work done by a constant force. അതിൽ ഫസ്റ്റ് വരുന്ന കൺസെപ്റ്റ് ആണ് വർക്ക് ഡൺ ബൈ എ കോൺസ്റ്റന്റ് ഫോഴ്സ്. ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിന്റെ മേലെ ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് അതിനുണ്ടാവുന്ന വർക്ക് അതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ദർ ഇസ് എ ഫോർമുല work W done by a constant force on a moving body. ഒരു മൂവിംഗ് ബോഡിയിൽ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് d അതിലേക്ക് ആ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് d ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന work done is given by W equal to FD, or F is the force and D is the distance. F force apply ചെയ്യുമ്പോൾ D distance travel ചെയ്യുകയാണെങ്കിൽ അതിനുണ്ടാവുന്ന work done is given by W equal to F into D. Just a formula പഠിക്കുന്നു. Then find the work done in lifting 25 lb object. Okay, അത്രയും ആ ഒരു ഒബ്ജക്റ്റ് 4 feet off the ground ന്ന് 4 feet ഉയർത്താൻ ആവശ്യമായ വർക്ക് ഡൺ എത്രയാണെന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും? W equal to F into D. Force എന്താ? Force 25, 4 feet height distance traveled, which is work done is 100 directly by the formula. Okay, next is work done by lifting 2.4 kilogram or 0.8 meters off the ground. Groundil നിന്ന് 0.8 meter എത്രയാണ് ആ ലിഫ്റ്റ് ചെയ്യുന്ന ഫോഴ്സ്? 2.4 kilogram അല്ലെ? 2.4 kilogram 2.4 kilogram ആണ് അതിന്റെ വെയിറ്റ്. ഓക്കെ, ആ വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്, അവിടെ ഫോഴ്സ് അല്ല. നമുക്ക് ആദ്യം അപ്പൊ ഫോഴ്സ് കണ്ടുപിടിക്കണം. ആ ഒരു മാസ് തന്നിരിക്കുന്നത്, നമ്മൾ എടുക്കുന്ന ഒബ്ജക്റ്റിന്റെ മാസ്. ഇവിടെ പക്ഷെ ഫോഴ്സ് ആണ് ഡയറക്ട്ലി തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ മാസ് തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കണം? ഫോഴ്സ് കണ്ടുപിടിക്കണം. ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല പ്യൂർലി ഫിസിക്സ്. ഓക്കെ, F equal to mg, where m is the mass of the object and g is the gravitational force. ഓർക്കുന്നുണ്ടോ ഇതൊക്കെ? F equal to mg. അപ്പൊ m എന്താ? മാസ് എത്രയാ? 2.4 kilogram. ആ 2.4 kilogram അതിലെ വെയിറ്റും ഈ നമ്മൾ എടുക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാണ്? 9.8. അത് ഫിക്സ്ഡ് ക്വാണ്ടിറ്റി അല്ലേ? 9.8 ഫിക്സ്ഡ് ആ. സോ 2.4 into 9.8 വാല്യൂ 23.52. അത്രയുമാണ്, ആ ന്യൂട്ടൺ ആണ് അതിന്റെ ആ ഫോഴ്സിന്റെ വാല്യൂ. ഇത് W equal to FD ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. ഫോഴ്സ് is 23.52 and D is given by 0.8. Final answer is approximately 18.8. It is not actual, it is approximate. കാരണം നമ്മൾ എടുത്തിരിക്കുന്ന ഡിസ്റ്റൻസ് 0.8 ആണ്. അതേപോലെ ഈ 23.52 നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തതാ. ഇറ്റ്സ് നോട്ട് ആക്ച്വൽ വാല്യൂ. അതുകൊണ്ടാണ് ഇവിടെ അപ്രോക്സിമേറ്റ് എന്ന് എഴുതാൻ കാരണം. ഓക്കെ, ഇനി ഒരു വേരിയബിൾ ഫോഴ്സ് ആണെങ്കിലോ, ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ FD വെച്ച് കണ്ടുപിടിക്കും. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്നുള്ളത്. ഇനി വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സിനെക്കാളും എളുപ്പമുള്ള ഒരു ഫോർമുല എന്താ അത്? അതായത് ഇറ്റ് ഇസ് ആക്ച്വലി ദ ഏരിയ അണ്ടർ ദി ഫോഴ്സ് ഗ്രാഫ്. ആ ഫോഴ്സിന്റെ ഗ്രാഫ് വരയ്ക്കില്ലേ, അതിന് താഴെയുള്ള ഏരിയ ആണ് ആക്ച്വലി വർക്ക് ഡൺ ബൈ ദ വേരിയബിൾ ഫോഴ്സ്. അതായത് നമ്മൾ ഒരു ഗിവൺ ഫോഴ്സിന്റെ കർവ് ഉണ്ട്, ഇതിന് താഴെയുള്ള ഏരിയ ഉണ്ടല്ലോ, ഇത്രയും പോർഷൻ, ഈ ഒരു ഏരിയ ആണ് വർക്ക് ഡൺ ബൈ ദി വേരിയബിൾ ഫോഴ്സ്. ഇത് കാണാൻ എന്താ ചെയ്യുക? ഇന്റഗ്രൽ A to B f of x dx. അതിൽ നമ്മൾ പഠിച്ച ഫോർമുല എന്തായിരുന്നു? ഇതേപോലെ പാർട്ടീഷൻ ചെയ്യുന്നു, ഇത്തരത്തിലുള്ള സബ് റെക്ടാംഗിൾസിന്റെ ഏരിയ കാണുന്നു, ആഡ് ചെയ്യുന്നു, അതല്ലേ കിട്ടിയേ? അത്തരത്തിൽ ചെയ്തു വരുമ്പോൾ ഇവാലുവേഷൻ പോയിന്റ് ഒക്കെ എടുത്ത് ചെയ്തു വരുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്ന ഫോർമുല? W equal to limit n tends to infinity sigma k equal to 1 to f of ck del x. Actually it is integral A to B f of x dx. Just a force in the formula, just integration from A to B. That is the work done. When it is a variable force, ഒരു വേരിയബിൾ ഫോഴ്സ് ആവുന്ന സമയത്ത് ഇങ്ങനെ കോൺസ്റ്റന്റ് ഫോഴ്സ് ആകുമ്പോൾ F into D is the formula. Clear? അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് f of x equal to 3x square plus x. ഇങ്ങനെ ഒരു വേരിയബിളിലാണ് നമ്മുടെ വർക്ക് തരുന്നത് എന്നുണ്ടെങ്കിൽ, ഫോഴ്സ് തരുന്നത് ഒരു വേരിയബിൾ ആണെങ്കിൽ ഒബ്വിയസ്ലി ഇറ്റ് ഇസ് എ വേരിയബിൾ ഫോഴ്സ്. നമുക്ക് മുന്നത്തെ ക്വസ്റ്റ്യനിലെ വർക്ക് നോക്കൂ, ഫോഴ്സ് ഇത്രയാണെന്നൊരു വാല്യൂ ആയിട്ട് തന്നെ, ഫോഴ്സ് ഒരു വാല്യൂ ആയിട്ട് തന്നെ, സോ ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് ഫോഴ്സ്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, സോ ഇറ്റ് ഇസ് എ വേരിയബിൾ ഫോഴ്സ്. ക്ലിയർ? പാർട്ടിക്കിൾ ഏതാ? x equal to 2 നിന്ന് x equal to 4ലേക്ക് അലോങ് ദ എക്സ് ആക്സിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. x equal to 2 to 4. അപ്പൊ ഇന്റഗ്രേഷൻ ലിമിറ്റ് 2 to 4. ഫംഗ്ഷൻ 3x square plus x, ഡയറക്റ്റ് ഇന്റഗ്രേഷൻ, ഒന്നും ചെയ്യാനില്ല അതിൽ. f of x is 3x square plus x. Then integral 2 to 4 work done is given by integral 2 to 4 f of x dx. That is the formula. So 3x square plus x is integrate a. 3x square integral is x cube. 3 into x cube by 3, which is x cube. X is integral x square by 2 from 2 to 4, which is 62. Okay. നെക്സ്റ്റ് ഇസ് ഹൂക്സ് ലോ. നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്ന ഒരു ലോ ആണ് ഹൂക്സ് ലോ. അതായത് നമ്മുടെ കയ്യിൽ ഒരു സ്പ്രിംഗ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ദ സ്ട്രെച്ച് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതാണ് ഹൂക്സ് ലോ. അതായത് നമ്മൾ എടുക്കുന്ന അതിന് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്
നമ്മൾ ഒരു സ്പ്രിങ് ഉണ്ടെങ്കിൽ ഈ ഒരു സ്പ്രിങ് നമ്മൾ താഴോട്ട് വലിക്കുകയാണ്. ഇങ്ങനെ താഴോട്ട് വലിക്കുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും ഇത് എത്രത്തോളം സ്ട്രെച്ച് ആവുന്നില്ല, ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ അതിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും. എത്രത്തോളം വലിക്കുന്നോ അത്രത്തോളം അതിന്റെ ലെങ്ത് കൂടും. ശരിയല്ലേ? അതാണ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്, അല്ലെങ്കിൽ അതിനുമായിട്ട് റിലേറ്റ് ചെയ്ത തിയറമാണ് ഹൂക്സ് ലോ. അപ്പൊ ഹൂക്സ് ലോ എന്താ പറയണേ? ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ്. അതായത് അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാ, സ്ട്രെച്ച് ചെയ്യുന്ന ആ ഒരു ലെങ്ത്, which is f of x is equal to k in directly proportional. F is directly proportional to x, which means f of x equal to, f is the function of x, a variable force ആയതുകൊണ്ട് f of x is some constant into x എന്ന് എഴുതാൻ പറ്റും. K is a spring constant. Clear? ഹൂക്സ് ലോ വെരിഫൈ ചെയ്യാനുള്ള ചോദ്യംസ് questions. അപ്പോൾ നമുക്ക് എഴുതും a force 30 Newton is required to stretch a spring of 4 centimeter. 4 centimeter ലെങ്ത് ഉള്ള ഇതുപോലൊരു സ്പ്രിംഗ് ഉണ്ട്, അത് സ്ട്രെച്ച് ചെയ്യാൻ എത്രയാ 4 centimeter ലെങ്ത് ഉള്ള ഒരു സ്പ്രിംഗ് സ്ട്രെച്ച് ചെയ്യാൻ 30 Newton ഫോഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. എന്നിട്ട് എന്തായി, അത് നാച്ചുറൽ ലെങ്ത് 18 centimeter ആയിട്ട് അത് ഇൻക്രീസ് ആയി ലെങ്ത് 4 centimeter spring. Find the work done, okay, required to stretch the spring from the length 20 centimeter to 24. അതായത് ബിയോണ്ട് അതിന്റെ നാച്ചുറൽ ലെങ്ത് 18 ആ. നാച്ചുറൽ ലെങ്ത് 18നെക്കാളും 20 മുതൽ 24 വരെ ലെങ്ത് സ്ട്രെച്ച് ചെയ്യാൻ ആവശ്യമായ വർക്ക് ഡൺ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ അല്ലേ? കണ്ടുപിടിക്കാം. നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാം. ഹൂക്സ് ലോ നമുക്കറിയാം, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ എക്സ് ബൈ ഹൂക്സ് ലോ. ഓക്കെ, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് 30 ന്യൂട്ടൺ. അപ്പൊ എന്തിന്റെ വാല്യൂ, എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 30 ആ. ക്ലിയർ? 30 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 4 സെന്റിമീറ്റർ ആണ് അതിന്റെ ലെങ്ത്. 4 സെന്റിമീറ്റർ നമുക്ക് പറയുന്ന കാര്യങ്ങളെല്ലാം മീറ്ററിലേക്ക് മാറ്റാം. ഇനി മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 0.04 മീറ്റർ. ഓക്കെ, 0.04 മീറ്റർ. 30 ഈക്വൽ ടു കെ ഇൻറ്റു 0.04. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ എക്സ്. കെ ഇസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ സ്പ്രിംഗ് കോൺസ്റ്റന്റ് വാല്യൂ എന്തിട്ടും 30 by 0.04 which is 750 ന്യൂട്ടൺ പെർ മീറ്റർ. അതായിരിക്കും ആ ഒരു സ്പ്രിംഗ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ന്യൂട്ടൺ പെർ മീറ്റർ, 750 ന്യൂട്ടൺ പെർ മീറ്റർ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 750 എക്സ് അല്ലെ? ശരിക്കും നമ്മുടെ ഫംഗ്ഷൻ നമുക്ക് വേണ്ടത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ വേണം. നമുക്ക് അതൊരു വേരിയബിൾ അല്ലേ, ഒരു കറക്റ്റ് ഒരു പ്രോപ്പർ വാല്യൂ അല്ല. നമുക്ക് അറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫോഴ്സ് ഒരു 30 ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ 4 സെന്റിമീറ്റർ അത് സ്ട്രെച്ച് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഫോർമുല എന്താ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ എക്സ് അപ്ലൈ ചെയ്യുക. എന്നിട്ട് കെ കണ്ടുപിടിക്കുക, വീണ്ടും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യം എഫ് ഓഫ് എക്സിനും എക്സിനും വാല്യൂ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കെ കണ്ടുപിടിക്കുന്നു. കെയുടെ വാല്യൂ അഗെയിൻ ഇവിടെ കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 750 എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് അവർ വേരിയബിൾ ഫോഴ്സ്. ഓക്കെ, ദെൻ 20 to 24 ആ വേരി ആവുന്നത്. 20 to 24 സെന്റിമീറ്റർ നമ്മളിപ്പോൾ ഇങ്ങനെ എഴുതും 0.02 to 0.06 വരെ അല്ലെ. 24 സെന്റിമീറ്റർ ഇങ്ങനെ എഴുതും 24/100 which is 0.06. 20 ആവുമ്പോൾ 20/100 ആ രീതിക്ക് ഇത്തരത്തില് സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, അത്തരത്തില് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പർ ലിമിറ്റ് 0.06 ആൻഡ് ലോവർ ലിമിറ്റ് 0.02. ക്ലിയർ? 0.02 മുതൽ 0.06 വരെ എന്താ ഫംഗ്ഷൻ എന്താ, 750 എക്സ്. 750 കോൺസ്റ്റന്റ് എക്സിന്റെ ഉണ്ടെങ്കിൽ x square by 2. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഇടുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. എങ്ങനെ എന്താ ചെയ്തതെന്ന് മനസ്സിലായിട്ടുണ്ടോ? നമുക്ക് ഇവിടെ ചെയ്യേണ്ട ഈ 18 എന്നുള്ളത് വെറുതെ ഒരു വാല്യൂ ആണ്. അതിന്റെ നാച്ചുറൽ ലെങ്ത് 18 അത് നമുക്ക് ആ ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യുന്നേ ഇല്ല. നാച്ചുറൽ ലെങ്ത് 18 എന്നുള്ളത് അവിടെ യൂസ് ചെയ്യുന്നേ ഇല്ല. നമുക്ക് എന്താ ആവശ്യം, ലെങ്ത് എവിടെ മുതൽ എവിടം വരെ വേരി ചെയ്യുമ്പോഴാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട, സ്ട്രെച്ചസ് ഫ്രം 20 to 24. 20 to 24 എന്ന് പറയുന്നത് ആ ഇന്റഗ്രേഷൻ ലിമിറ്റ് ആണ്. പിന്നെ എടുക്കുന്ന 30 ന്യൂട്ടൺ ആ ഫോഴ്സും ഈ 4 സെന്റിമീറ്റർ കണ്ടുപിടിക്കുന്നത് ആ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. സോ സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ ഇവാലുവേറ്റ് ചെയ്ത ശേഷം വീണ്ടും എഫ് ഓഫ് എക്സിന്റെ ഫംഗ്ഷൻ ഓഫ് എക്സ് ഒരു വേരിയബിൾ ഫംഗ്ഷൻ ആക്കി മാറ്റിയ ശേഷം ഇന്റഗ്രേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ പോലെ ഒരു കോൺസ്റ്റന്റ് ആക്കി ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ അപ്രോക്സിമേറ്റ് ആയിരിക്കും, ആക്ച്വൽ വാല്യൂ കിട്ടില്ല. ക്ലിയർ? ഇനി നോൺ മൂവിങ് റിജിഡ് മാറ്റർ, നമുക്കൊരു മൂവ് ചെയ്യാത്ത ഒരു മാറ്റർ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ എടുക്കുന്ന പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നില്ല. ആ ടാങ്ക് ഹാസ് as a shape of an inverted right circular cone. ഒരു ഇതുപോലെ റൈറ്റ് സർക്കുലർ കോൺ ആയിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ഗിവൺ ഒരു ഇതാണ് നമ്മുടെ ടാങ്ക് എന്ന് വിചാരിക്കുക. ഓക്കെ, അതിന്റെ ബേസിൽ 5 സെന്റിമീറ്റർ, ഇതാണ് ഇവിടുത്തെ ബേസ്. അതൊരു 5 സെന്റിമീറ്റർ റേഡിയസുള്ള സർക്കിൾ ആണ്. ഓക്കെ, 12 feet ഹൈറ്റ് ഉണ്ട്, എല്ലാ ഫീറ്റിലാണ് പറയുന്നത്. സോ 12 feet ഹൈറ്റ് ഉണ്ട്. ഇഫ് ദ ടാങ്ക് ഇസ് ഫിൽഡ് വിത്ത് വാട്ടർ ടു എ ഹൈറ്റ് ഓഫ് 8 feet, 8 feet-ഓളം നമ്മൾ വെള്ളം നിറച്ചു എന്ന് വിചാരിക്കാം. ഈ മൊത്തം 12 feet-ൽ 8 feet-ഓളം വെള്ളം നിറച്ചു. Find the work required to empty the tank by pumping a water over the top of the tank. ഇതിന്റെ ടോപ്പിൽ ഒരു ഹോൾ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു പൈപ്പ് ഇട്ടിട്ട് ഇത് കംപ്ലീറ്റ് വെള്ളം ഒഴിവാക്കി കളയാൻ ആവശ്യമായ വർക്ക് ഇത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം.
ഓക്കെ അല്ലേ? വർക്ക് ഡൺ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? ഫ്രം നമ്മുടെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഈ വേരിയബിൾ നോക്കുമ്പോൾ ഏത് ആക്സിലാണ് ചെയ്യണേ? എബൌട്ട് വൈ ആക്സിസ്, റൈറ്റ്? അപ്പോൾ വൈയുടെ വേരിയേഷനാണ് വേണ്ടേ. സോ വൈ ഈസ് ഫ്രം 0 to 8. അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഒന്ന് നോക്കിയേ. നമുക്ക് തന്നിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളൊന്ന് വരച്ചിടുക. അതായത് ആ സർക്കുലർ കോൺ ഉണ്ട്, 5 സെന്റിമീറ്റർ റേഡിയസിലെ സർക്കുലർ കോൺ, ടോട്ടൽ ഹൈറ്റ് 12 ഉണ്ട്, 8 ഫീറ്റിൽ എന്തുണ്ട്? വെള്ളം ഉണ്ട്. പിന്നെ എടുക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ആ ഒരു ജനറൽ ഡിസ്റ്റൻസിന് എക്സിന്റെ വേരിയേഷന് ഡെൽറ്റ വൈ നിർത്തും. പിന്നെ എടുക്കുന്നത് ഇത് എക്സ് ഡിസ്റ്റൻസ് അല്ലേ? എക്സ് ഡിസ്റ്റൻസ് ജനറൽ പോയിന്റ്, ആ കോണിൽ ജനറൽ പോയിന്റ് ആയിട്ട് എക്സ് വൈ നിർത്തും. ആ കോണിൽ ജനറൽ പോയിന്റ് എക്സ് വൈ നിർത്തി കഴിഞ്ഞാൽ ദാറ്റ് ഡിസ്റ്റൻസ് വിൽ ബി എക്സ്. ഓക്കെ, ദെൻ വൈ ഈസ് ദ ഈ വാല്യൂ വൈ, ഇത്രയും വാല്യൂ വൈ അല്ലെ? ഈ പോയിന്റ് എക്സ് വൈ എന്നാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് വൈ ആയിരിക്കും. ഇത് വൈ ആണെങ്കിൽ ടോട്ടൽ 12, ബാക്കിയുള്ള ഡിസ്റ്റൻസ് 12 മൈനസ് വൈ. ഇതേ ഫിഗർ ഈ റൈറ്റ് സൈഡിലുള്ളതൊന്ന് ട്രയാങ്കിൾ പോലെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് വരച്ചിട്ടുണ്ട്. ഇതിന്റെ റേഡിയസ് 15 അല്ല 5, റേഡിയസ് 5. ഈ ഹൈറ്റ് ടോട്ടൽ 12, ഇതുവരെ വൈ, ഇതുവരെ ബാക്കി 12 മൈനസ് വൈ. ഈ ഡിസ്റ്റൻസ് എക്സ്. ഈ രീതിക്ക് നമ്മൾ ആ ഗ്രാഫിനെ ഒന്ന് മാറ്റി വരച്ചു. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആക്ച്വൽ വോളിയം കണ്ടുപിടിക്കണം അല്ലെ? അതിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? പൈ എക്സ് സ്ക്വയർ ഡെൽ വൈ. നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ? വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല പൈ എക്സ് സ്ക്വയർ ഡെൽ വൈ. ഇവിടെ ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുക. ഏതൊക്കെ രണ്ട് ട്രയാങ്കിൾസ്? ദീസ് ടു ട്രയാങ്കിൾസ്, ഇത് ഈ വലിയ ട്രയാങ്കിളും. ഇത് കൺസിഡർ ചെയ്യുമ്പോൾ ദീസ് ടു ട്രയാങ്കിൾസ് സിമിലർ. നമ്മൾ ഈ കൺസെപ്റ്റ് ഒക്കെ മുന്നേ ഉപയോഗിച്ചിട്ടുണ്ട്. സിമിലർ ട്രയാങ്കിൾസ്, അതായത് സിമിലർ ആംഗിൾസ്. കാരണം ഈ ആംഗിൾ രണ്ടെണ്ണത്തിലും കോമൺ ആണ്. ഈ രണ്ട് ആംഗിൾസും സെയിം ആണ്. അതേപോലെ മൂന്നാമത്തെ ആംഗിളും സെയിം ആണ്. 3 ആംഗിൾസും സെയിം ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാം? ദീസ് ടു ട്രയാങ്കിൾസ് ആർ സിമിലർ. ഈ സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ സെയിം ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സും സെയിം ആയിരിക്കും. അപ്പൊ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എക്സും 5. അപ്പോൾ x/5 ഈക്വൽ ടു, അതേപോലെ ഈ രണ്ട് ആംഗിൾസ് ആണെങ്കിലോ, ഈ രണ്ട് ആംഗിൾസിന് ഓപ്പോസിറ്റ് സൈഡ്സ് ഒന്ന് വൈയും ഒന്ന് ഈ ഹോൾ 12. ഇതിന് ഓപ്പോസിറ്റ് 12, ഇതിന്റെ ഓപ്പോസിറ്റ് y. സോ 12y/12. x/5 ഈക്വൽ ടു, ആ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആയതുകൊണ്ട് എഴുതുന്നതാണ്. x/5 ഈക്വൽ ടു റേഷ്യോ x/5 ഈക്വൽ ടു y/12 ഓർ x ഈക്വൽ ടു 5/12y. 5/12y. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡെൽവിയുടെ ഫോർമുല എന്താവും? പൈ ഇൻറ്റു എക്സിന്റെ പൊസിഷനിൽ എന്ത് കൊടുക്കുക? ഇപ്പൊ കണ്ടുപിടിച്ച വാല്യൂ, എക്സിന്റെ വാല്യൂ 5/12y. 5/12y del y. ഓക്കെ, സോ 25/pi 1/144 y സ്ക്വയർ del y എന്നിട്ട് മാറും അപ്രോക്സിമേറ്റ്ലി. ദിസ് ഇസ് del v. ഇനി എന്താ del f ന്റെ ഫോർമുല എന്തായിരുന്നു? ഈ കിട്ടിയ ഫോർമുലയിൽ del f ന്റെ ഫോർമുല അപ്ലൈ ചെയ്യാം. ഓക്കെ, ഫോഴ്സ് എന്താ? ഫോഴ്സ് mg അല്ലെ? del f ന്റെ ഫോർമുല അത് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ കിട്ടിയ വാല്യൂ ഓൾറെഡി വോളിയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 62 × 2/5. 62 × 2/5 ആ വാട്ടറിന്റെ വെയിറ്റ് ആണ് കേട്ടോ. അതായത് നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു പ്രോബ്ലത്തില് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ടാങ്ക്, ഈ ഒരു വാട്ടർ, എത്ര കണ്ടന്റ് ഓഫ് കംപ്ലീറ്റ് വാട്ടർ അത് പുറത്ത് പമ്പ് ചെയ്ത് കളയാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മളിവിടെ del v കണ്ടുപിടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് del f. del f is approximately ഇത് 62 2/5 എന്ന് എഴുതാം. ഈ 62.4 ആ വാട്ടറിന്റെ വെയിറ്റ് കേട്ടോ. അതവിടെ ബ്രാക്കറ്റിൽ തന്നെ വാട്ടർ വേസ്റ്റ് 62.4. അതിനൊന്ന് ഇതുപോലെ നമ്മൾ ഫ്രാക്ഷൻ ആക്കി എഴുതി 62 2/5. 62 2/5 എന്ന് എഴുതിയിട്ട് ബാക്കി വാല്യൂ എന്താ? ഇത് del v യുടെ വാല്യൂ 25/144 y സ്ക്വയർ del y. ക്ലിയർ? ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ 65/6 y സ്ക്വയർ del y എന്നാവും. ഓക്കെ ആണോ? എന്നിട്ട് വർക്ക് ഡൺ ഇസ് അപ്രോക്സിമേറ്റ്ലി എന്താ? del f ഇൻറ്റു ആ വാല്യൂ. del f എന്താ? ആ ഡിസ്റ്റൻസ് അല്ലേ? del f എന്ന് പറയുന്നത് ആ ഫോഴ്സ് ഡൺ. ആ ഡിസ്റ്റൻസ് എത്രയാ? 12 മൈനസ് വൈ. ക്ലിയർ? സോ del f ഇൻറ്റു 12 മൈനസ് വൈ ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽ. നമ്മൾ ഏത് ഫോമിൽ അപ്ലൈ ചെയ്യണേ? ഹുക്സ് ലോ. So del f into 12 minus y, which is 65/6 into y square into 12 minus y del y. So actual value del f ന്റെ approximate value ആയത്. അപ്പോൾ നമ്മൾ actual distance എടുക്കുക integral from 0 to 8. 0 to 8 എവിടെ നിന്ന് കിട്ടിയതാ? നമ്മൾ ഇവിടെ ഇത്രയും പോർഷൻ അല്ലേ, ഇത്രയും വെള്ളേ ഉള്ളൂ. സോ വൈയുടെ വേരിയേഷൻ ആണ് 0 to 8 ഈ വാല്യൂ, del w യുടെ വാല്യൂ. ഇത് നമ്മൾ ഈ del w കണ്ടിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്ട്ലി നമ്മൾ w ന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. ക്ലിയർ ആണോ? 65/6 y square 12 minus y dy. ജസ്റ്റ് ഈ 65/6 പൈ ഒക്കെ പുറത്തെടുത്തു.
65 പൈ ബൈ 6 പുറത്തെടുത്തിട്ട് ബാക്കിയുള്ളത് 12 ഈ വൈ സ്ക്വയർ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തു. 12 വൈ സ്ക്വയറിന്റെ ഇന്റഗ്രൽ 12 വൈ ക്യൂബ് ബൈ 3 അതാണ് 4 വൈ ക്യൂബ്. ദെൻ വൈ ക്യൂബിന്റെ ഇന്റഗ്രൽ y raised to 4 by 4 ഫ്രം ദ ലിമിറ്റ് 0 to 8 65 by 6 1024. Is that clear? Okay, thank you.